ഒമാനിലെ ദുഃഖം തുറമുഖത്തും ഖസബിൽ എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം. ദുഃഖമിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റുവെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഖസബ് തുറമുഖത്തിന് 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. എല്ലാവരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചുവെന്ന് മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. മസ്കത്തിൽ നിന്ന് അലി കൂട്ടായി തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റ് GCC രാജ്യങ്ങളിൽ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ പോലും ഒമാനിൽ അങ്ങനെയൊരു ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഒമാനിലും അങ്ങനെ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കാരണം 2 പ്രത്യാക്രമണങ്ങളാണ് ഇന്ന് ഒമാനിൽ ഉണ്ടായത്, റിപ്പോർട്ട് ചെയ്തത്. ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ദുഃഖമിലെ പോർട്ടിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. ദുഃഖം പോർട്ടിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറുകയും ഒരു തൊഴിലാളിക്ക് നിസാരമായി പരിക്കേൽക്കുകയും ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രണ്ടാമത്തെ ഡ്രോൺ അവിടെ തന്നെ പൊട്ടിത്തെറിക്കുകയും പക്ഷേ വലിയ നാശനഷ്ടങ്ങളോ ആളാഭയമോ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു ആക്രമണ സംഭവം നടക്കുന്നത് ഖസബ് തുറമുഖത്തിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ചാണ്. അത് പലാവു റിപ്പബ്ലിക്കിൻ്റെ പതാക വഹിക്കുന്ന എണ്ണ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ 20 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 15 ജീവനക്കാർ ഇന്ത്യക്കാരാണ്, അതുപോലെ തന്നെ 5 ജീവനക്കാർ ഇറാൻ സ്വദേശികളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏത് രാജ്യത്തെ ഇതാണെന്ന് നോക്കാതെയുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇത് ചരക്ക് ഗതാഗതത്തെ സ്തംഭിപ്പിക്കാനുള്ള നീക്കമാണെന്ന് കൂടി ഈ ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് അനുമാനിക്കുന്നവരുണ്ട്. എന്തിനായാലും വേറൊരു കാര്യം ഒമാൻ അധികൃതർ എടുത്തു പറയുന്ന കാര്യം, ഒമാനിൽ സംഭവിച്ച ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഷ്വലുകളോ മറ്റു സൈനിക നടപടികളോ പ്രചരിപ്പിക്കരുതെന്നും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശം ഒമാനിലെ താമസക്കാരോടും അതേപോലെ തന്നെ സ്വദേശികളോടും ഒമാൻ അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ആക്രമണ സംഭവങ്ങൾക്ക് ശേഷവും മധ്യസ്ഥ ശ്രമങ്ങളുമായി ഒമാൻ മുന്നോട്ട് പോവുകയാണ്. ഈജിപ്ത് ജോർദാൻ ഭരണാധികാരികളുമായി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മിഡിൽ ഈസ്റ്റിലെ ഈ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും ഉടനടി പ്രശ്നപരിഹാരം കാണുന്നതിന് വേണ്ടി ചർച്ചയിലേക്ക് മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒമാനെതിരെയുള്ള ഈ പ്രത്യാക്രമണത്തെയും ഒമാനിൽ നടന്ന ഈ ആക്രമണത്തെയും ശക്തമായ രീതിയിൽ GCC രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. ഇതിൽ കുവൈത്തും സൗദിയും ഖത്തറും ഒമാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഖത്തർ പ്രധാനമായും പറഞ്ഞത്, മധ്യസ്ഥ ശ്രമങ്ങൾ വഹിക്കുന്ന ഒരു രാജ്യത്തിനെതിരെയുള്ള ഈ ആക്രമണം ഒരിക്കലും നീതീകരിക്കാനാവില്ല എന്നുകൂടി ഈ ഖത്തർ പറയുന്നുണ്ട്. എന്തിനായാലും ഒമാനിലേക്ക് കൂടി സംഘർഷം വ്യാപിക്കുന്നതിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 2 പ്രത്യാക്രമണങ്ങളാണ് ഇന്ന് ഒമാനിൽ സംഭവിച്ചത്.